ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ആ വീണ്ടും ഒരു സന്ധിയിൽ നമുക്ക് ദൈവജനത്തിന്റെ മുൻപാകെ ഇരിക്കുവാൻ കർത്താവ് പിന്നെയും അവസരത്തെ നൽകിയതുകൊണ്ട് കർത്താവിനെ നമുക്ക് നന്ദിയോടുകൂടെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവമായ കർത്താവ് നമുക്ക് തന്ന കൃപയെ ഓർത്ത് അവന് നന്ദിയുള്ളവരായിരിക്കാം. അപ്പോൾ തന്നെ ഈ വചന പഠനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന അവസരങ്ങൾ, അത് നമ്മുടെ വിഷയം പോലെ തന്നെ കർത്താവിനെ കൂടുതലായിട്ട് സ്നേഹിക്കുവാൻ, കർത്താവിനെ നമ്മൾ വായിക്കുന്ന വാക്യത്തിലുള്ളതുപോലെ തന്നെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കാനായിട്ട് കർത്താവ് നമുക്ക് ആവശ്യമായ കൃപ നൽകട്ടെ. കഴിഞ്ഞ ക്ലാസ്സില് നാം വളരെയധികം കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഓർമ്മിപ്പിച്ചില്ല എങ്കിലും പല നിലകളിൽ അത് ചിന്തിക്കേണ്ട വിഷയമായിരുന്നു എന്നുള്ളതും നാം ഓർക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗത്ത് നിന്ന് ഒരിക്കൽ കൂടെ ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ഞാൻ അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചതായിരിക്കുന്ന കാര്യം. 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ലവ് ഗോഡ്? ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ടു ലവ് ഗോഡ് മീൻസ് ടു നോ ഹിം. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവനെ അറിയുക എന്നുള്ളതാണ് അതിന്റെ ആശയം. ഇവിടെ ഞാൻ ഈ പറയുന്നതായിരിക്കുന്ന 2-3 പോയിന്റുകൾ അത് പിന്നീട് അത് കൂടുതൽ വിശദമായിട്ട്, കാരണം നമ്മുടെ വിഷയത്തിന്റെ കാതലായിരിക്കുന്ന ഭാഗം അതായതുകൊണ്ട് ആ പോയിന്റുകൾ പിന്നീടുള്ളതായിരിക്കുന്ന ക്ലാസ്സുകളിൽ വിവരിക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റുള്ള ചില വിഷയങ്ങളും കൂടെ അതിനോട് ചേർത്ത് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. The second thing we looked into was to love God is to put him first, to give him priority, to give him prominence over everything. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവന് എല്ലാത്തിലും ഒന്നാം സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ചില ആളുകൾ ലോകത്തിനെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് വളരെ വിശദമാക്കി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അതിലേക്ക് പിന്നാലെ വരുന്നതാണ്. And the third thing that we discussed was, or I just casually mentioned about this also, and that is to love God is to desire him. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവനെ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. നാം അതിന് സപ്പോർട്ടായിട്ട് Psalm 42 verse 1, അതുപോലെ തന്നെ Psalm 63 verse 1 ഇതൊക്കെ എടുത്ത് വായിച്ചത് നമ്മൾ ഓർക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവമേ, നീ എന്റെ ദൈവം എന്നുള്ള ആ ഒരു കാര്യം. ഞാന് വെള്ളമില്ലാതെ വരണ്ടതായിരിക്കുന്ന ദേശത്ത് എന്നതുപോലെ ഞാൻ എന്റെ ഹൃദയം നിനക്ക് വേണ്ടി കാംക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ, ഒരു ഭക്തന്റെ ഹൃദയം ദൈവത്തിനു വേണ്ടി എന്തുമാത്രമാണ് ആഗ്രഹിക്കുന്നത്. ആ കർത്താവിനോട് ചേർന്നിരിക്കാനായിട്ടും കർത്താവിന്റെ കൂടെ ആയിരിക്കാനായിട്ടുമുള്ള ആഗ്രഹം, അതൊക്കെ ദൈവത്തിനോടുള്ള സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കുന്ന ഒരു അനുഭവമായിട്ടും നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ചില കാര്യങ്ങൾ കൂടെ അതിനോടുള്ള ബന്ധത്തിൽ ചേർക്കാനായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ പറഞ്ഞതായിരിക്കുന്ന ആദ്യത്തെ ആ ഒരു പോയിന്റ് ഉണ്ട്. ടു ലവ് ഗോഡ് ഈസ് ടു നോ ഹിം. അതിനെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു വാക്കുകൂടെ ചേർക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ടു ലവ് ഗോഡ് ഈസ് ടു നോ ഹിം പേഴ്സണലി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ദൈവത്തെ വ്യക്തിപരമായി അവന്റെ ഇൻഡിവിജ്വലി എന്നുള്ളതിനേക്കാൾ ഉപരിയായി അവന്റെ ഹൃദയവുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മളിവിടെ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഞാൻ കർത്താവ് അനുവദിക്കുന്ന പക്ഷം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന്
ഈ സന്ധ്യയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ടു ലവ് ഗോഡ് ഈസ് ടു നോ ഹിം പേഴ്സണലി. അവനെ അറിയുക എന്നുള്ളത് തന്നെയാണ്. അത് അവനെ ആ, ഹൃദയത്തോട് ചേർത്ത് അറിയുക എന്നുള്ളത് തന്നെയാണ്. അവനെ കുറിച്ച് അറിയുക എന്നുള്ളതിനപ്പുറമായി അവനെ അറിയുക എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതായിരിക്കുന്ന ആ കാര്യം വീണ്ടും ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. യു കനോട്ട് ലവ് ഗോഡ് അൺലെസ് യു നോ ഹിം. നമുക്ക് ഒരാളെ പോലും ആ, ദൈവത്തെ അറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് കഴിയുകയില്ല. ഇതൊരു വളരെ ജനറൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. ആ ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ ആ, സുഹൃത്തുക്കളുണ്ട്, അതുപോലെ ഈവൻ മറ്റുള്ളതായിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ സഭയിലെ സഹോദരങ്ങളുണ്ട്. ഇവരെയൊക്കെ നമുക്ക് പരിചയമുള്ളവരുണ്ട്, അറിയാവുന്നവരുണ്ട്. പക്ഷെ സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം അവരിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അറിവ് നമുക്ക് ഉണ്ടായാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ആ അറിവിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്, ദൈവത്തെ അറിയുക എന്നുള്ള ആ ഒരു കാര്യം. ഞാൻ സംസാരിച്ചതുപോലെ ദൈവത്തെ അറിയുക എന്ന് പറയുന്നതും ദൈവത്തെ കുറിച്ച് അറിയുക എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഇത് നമുക്ക് വ്യക്തമായിട്ട് അറിവുള്ള ഒരു കാര്യമാണ്. നോവിങ് ഗോഡ് ആൻഡ് നോവിങ് അബൌട്ട് ഗോഡ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. നോവിങ് ഗോഡ് ഈസ് എ മാറ്റർ ഓഫ് പേഴ്സണൽ ഇൻവോൾവ്മെന്റ്. അതൊരു വ്യക്തിപരമായിട്ടുള്ള നിലയിൽ നമുക്ക് ദൈവവുമായിട്ടുള്ള ഒരു 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 ആ, വ്യക്തിപരമായിരിക്കുന്ന ഒരു ബന്ധമാണ്. ഞാൻ പലപ്പോഴും അതിനെ ഒന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ സാധാരണ പറയാറുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു നമ്മളിപ്പം ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഭക്ഷണമേശയുടെ മുൻപിൽ നാം ചെന്നിരിക്കുകയാണ് എന്ന് കരുതുക. there are lot of things on the table and you know about each and everything. അവിടെ വെച്ചിരിക്കുന്ന ഓരോ ഡിഷ് അത് എന്താണെന്നുള്ളത് അറിയാം. ചില ഡിഷ് എന്ന് പറഞ്ഞാല് വളരെ മനോഹരമായിട്ടുള്ള നിലയിലാണ് അത് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ വളരെ മനോഹരമാണ്. അത് ആ കാഴ്ച നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ചില ഡിഷൊക്കെ കാണുന്ന സമയത്ത് അതിനകത്ത് എന്താണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് അതിനെ ക്രമീകരിച്ചിട്ടുള്ളത്, അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ബട്ട് യു വിൽ നെവർ എവർ നോ ദാറ്റ് ഡിഷ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് യഥാർത്ഥമായിട്ടുള്ള നിലയിൽ അതിന്റെ ശരിയായിരിക്കുന്ന ആസ്വാദനം നിങ്ങൾക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേസ്റ്റ് ഇറ്റ്. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമാണ് അത് എത്രത്തോളം രുചികരമാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. സങ്കീർത്തനം 34:8 നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കുന്ന ഒരു വാക്യമാണല്ലോ. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവൻ എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. അവിടെയും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ രുചിച്ചറിയണമെന്നുള്ളതാണ്. ദൈവത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ അറിയണം എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന അറിവ്, ഞാൻ പറഞ്ഞ നോളജ് അബൌട്ട് ഗോഡ് ഷുഡ് ലീഡ് അസ് ടു നോയിങ് ഗോഡ്. ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന അറിവിനെ നമ്മൾ ആരും തള്ളിക്കളയാൻ പാടില്ല. ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന അറിവ് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ നാം വായിക്കുന്നതായിരിക്കുന്ന ആ വായിച്ച വാക്യം നമ്മുടെ കുറിവാക്യമായിട്ട് എടുത്തിരിക്കുന്നിടത്ത് ലവ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ മൈൻഡ് എന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ആ മനസ്സുകൊണ്ട്, നിന്റെ പൂർണ്ണ മനസ്സോടുകൂടെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സെന്ന് പറയുന്നത് സ്വതവേ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ അവന്റെ മനസ്സെന്ന് പറയുന്നത് ഇറ്റ്സ് എ കറപ്റ്റഡ് മൈൻഡ്. അവന്റെ മനസ്സെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡാർക്കൻഡ്, ഇറ്റ് ഈസ് ബ്ലൈൻഡഡ് ബൈ ദ ഡെവിൾ. അതിനെ ഒരു കാരണവശാലും ദൈവത്തെ അറിയാനായിട്ടുള്ള യാതൊരു സാധ്യതകളും ഇല്ലാത്തടത്ത് ദൈവം തന്നെ വന്ന് അതിനെ
ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ കൊടുത്ത് റീജനറേറ്റ് ചെയ്ത് അതിനകത്ത് ദൈവത്തെ സ്നേഹിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ആ വ്യക്തിയിലേക്ക് കൊടുത്തിട്ടാണ് ആ വ്യക്തിക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം നിങ്ങളെ സ്നേഹിച്ചതാണ് യഥാർത്ഥമായിരിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിക്കുകയുണ്ടായി, പല ആളുകളും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് അവർ ആക്ച്വലി ദൈവത്തിന്റെ ആ വ്യക്തിത്വത്തെയോ അല്ലെങ്കിൽ ദൈവം എന്ന ആ വ്യക്തിയോ അല്ല സ്നേഹിക്കുന്നത്. പലപ്പോഴും അവർക്ക് ആവശ്യം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളാണ്. ദൈവം എനിക്ക് അത് തരുന്നു, ഇത് തരുന്നു, അതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്നുള്ള നിലയിൽ. തീർച്ചയായിട്ടും ദൈവം നമുക്ക് തരുന്നതായിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അവനോട് സ്നേഹമുണ്ടാകണം, അവനോട് കടപ്പാടുണ്ടാകണം. We should be always grateful for everything that we have received from God, and we should also love him for whatever he has done for us. അവൻ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം പ്രത്യുപകാരമായിട്ട് നമ്മൾ അവനോട് നന്ദിയുള്ളവരായിരിക്കണം, നമ്മൾ അവനോട് സ്നേഹമുള്ളവരായിരിക്കണം. ഇതെല്ലാം ശരിയാണെങ്കിലും ആ ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ടുള്ള കഴിവ് എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ടും ആ ദൈവം നമ്മെ ഇങ്ങോട്ട് സ്നേഹിച്ച് തന്റെ പുത്രനെ നൽകി എന്നുള്ളത് കൊണ്ടുമാണ് നാം യഥാർത്ഥത്തിൽ അവനെ സ്നേഹിക്കേണ്ടത്. അവൻ തന്നിരിക്കുന്ന ഭൗമികമായിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ അതിനുശേഷം മാത്രം വരുന്നതാണ് എന്നുള്ളത് നാം ഓർക്കണം. ഓക്കെ, അപ്പം ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ബൗദ്ധികമായിരിക്കുന്ന ആ ഇന്റലക്ച്വൽ തലത്തിലും ചില കാര്യങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മെ അല്ലെങ്കിൽ ആ നമ്മുടെ ബുദ്ധി കൊണ്ട് നാം ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പോലും ദൈവത്തെ യഥാർത്ഥമായിട്ട് പേഴ്സണലി വ്യക്തിപരമായിട്ട് നമുക്ക് അറിയാനായിട്ടും ആ ഒരു ബന്ധത്തിലേക്കും നയിക്കേണ്ടത് ആവശ്യമായിട്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതാണ് ഒരു തരത്തിൽ ഇവിടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ നോവിങ് ഗോഡ് ആൻഡ് നോവിങ് അബൌട്ട് ഗോഡ്, ബോത്ത് ദീസ് ആർ നെസസറി ടു ലവ് ഹിം. അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നതിന് ദൈവത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവും ദൈവത്തെ അറിയുന്ന ആ അറിവ് അല്ലെങ്കിൽ ദൈവത്തെ ഒരു എന്താ പറയുക അനുഭവിച്ചറിയുന്നതായിരിക്കുന്ന ടേസ്റ്റ് ചെയ്ത് അറിയുന്നതായിരിക്കുന്ന ഈ രണ്ട് കാര്യവും ആവശ്യമായിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതായിരിക്കുന്ന ആ ഡിഷിന്റെ ഉദാഹരണം എടുക്കുമ്പോൾ തന്നെ ഒരു ഡിഷ് നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ടേസ്റ്റ് ഉള്ളതാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ബുദ്ധിപരമായിരിക്കുന്ന അറിവ് നമുക്ക് ഉണ്ടായേ തീരുള്ളൂ. ആ ബുദ്ധിപരമായിരിക്കുന്ന അറിവ് അതിനെ നല്ല മനോഹരമായിട്ടുള്ള നിലയിൽ അല്ലെങ്കിൽ രുചികരമായിട്ടുള്ള നിലയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ടും അത് ആസ്വദിക്കാനായിട്ടും സഹായിക്കുന്ന ഒരു കാര്യമാണ്. എന്നതുപോലെ തന്നെ ദൈവത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവ് ദൈവത്തെ കൂടുതലായിട്ട് അറിയാനായിട്ട്, ദൈവത്തെ കൂടുതലായി ഇന്റിമേറ്റ് ആയിട്ട് ആ ഇന്റിമസിയിലേക്ക് നയിക്കാനായിട്ട് കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറയണം എനിക്ക് ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ചേർത്ത് പറയണമെന്ന് വിചാരിച്ചതായിരിക്കുന്ന ഒരു കാര്യമാണ് ടു ലവ് ഗോഡ് ഈസ് ടു ലവ് ക്രൈസ്റ്റ് എന്നുള്ള കാര്യം. അതും വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നതും ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നതും രണ്ടും രണ്ടായിട്ട് നമ്മൾ കാണേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. കാരണം ക്രിസ്തുവിലൂടെ നാം ദൈവത്തെ അറിയുന്നു എന്ന് പറയുമ്പോൾ പോലും നമുക്കറിയാം ആ ഒരു ഗോഡ് ഹെഡ് എന്ന് പറയുന്നതായിരിക്കുന്ന സംഭവത്തെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. We know that there are three persons in the Godhead. We all have studied about the Trinity. Triunity എന്നുള്ളതായിരിക്കുന്ന പദമാണ് ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നതായിരിക്കുന്ന ഒരു പദം. അപ്പം ഈ ട്രൈയൂണിറ്റി എന്ന് പറയുന്നതായിരിക്കുന്ന ആ ഒരു ഇതുണ്ട്. there is only one God, but there are three persons in that Godhead. ആ മൂന്ന് ആളത്വങ്ങളും സ്നേഹം എന്ന് പറയുന്നതായിരിക്കുന്ന ആ ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മള് സാധാരണഗതിയിൽ ഈ ആശീർവാദം പറയാറുണ്ടല്ലോ. നമ്മളത് പലപ്പോഴും വേദപുസ്തകത്തിൽ എസ്പെഷ്യലി 2 Corinthians chapter 13 അതിന്റെ ഏറ്റവും ലാസ്റ്റ് വാക്യത്തിലാണ് ആ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെയുള്ള ഒരു ബെനഡിക്ഷൻ ആണ് നമ്മൾ കൂടുതലും ഷെയർ ചെയ്യാറുള്ളത്. മിക്കവാറും ചെറിയ വ്യത്യാസങ്ങളൊക്കെ പല നിലകളിലൊക്കെ പറയാറുണ്ട്.
എന്നാൽ ഞാൻ ഒരിക്കലൊരു രസകരമായിരിക്കുന്ന ഒരു കാര്യം കേട്ടത്. ഒരിക്കലൊരു സഭയില് ഇതുപോലെ ആരോ ആശീർവാദം പറഞ്ഞപ്പോൾ ആ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാരിൽ ആരോ ഒരാളാണ് ഇത് പറഞ്ഞപ്പോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതിനെ ചൊല്ലി ആ സഭയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് ഞാൻ കേട്ടു. ആ നമുക്ക് ആ ബെനഡിക്ഷന്റെ ശരിയായിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത് ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും എന്നൊക്കെയാണ്. അത് ആ ആ ഓർഡർ എന്തോ മാറിപ്പോയതോ അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്തോ മാറിപ്പോയതോ ആണ്. അത് പിതാവായ ദൈവത്തിന്റെ കൃപ എന്നോ പുത്രനായ ദൈവത്തിന്റെ സ്നേഹമെന്നോ ഏതോ നിലയിൽ മാറ്റി പറഞ്ഞതിനെ ചൊല്ലി ഒരു വലിയ പ്രശ്നമുണ്ടായതായിട്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ആശീർവാദം പോലും പറയാനായിട്ട് അറിയില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ വാസ്തവത്തിൽ നമ്മൾ അതിനെയൊന്നും ഒരു വലിയ ആ, എന്താ പറയാ ഒരു ലീഗലിസ്റ്റിക് ആയിട്ട് കാണേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സി ഓൾ ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ലവ്, ഗ്രേസ് ആൻഡ് ഫെലോഷിപ്പ്, all these three characteristics are attributed to all three persons of the Godhead. അത് പുതിയ നിയമം പഠിച്ചാൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. കൃപ എന്ന് പറയുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഉള്ളതായിട്ട് പുതിയ നിയമം പറയുന്നുണ്ട്. സ്നേഹം എന്നുള്ളതായിരിക്കുന്ന കാര്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അതാണല്ലോ ഇവിടുത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. കൂട്ടായ്മ എന്ന് പറയുന്നതും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഉള്ളതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോ ദൈവത്തിന്റെ പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. പുത്രനായിരിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് നാം ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഓൾസോ വി റീഡ് അബൌട്ട് ദ ലവ് ഓഫ് ദ സ്പിരിറ്റ്, സ്നേഹത്തിന്റെ ആത്മാവ് എന്നുള്ള നിലയിൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഈ സ്നേഹം എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം പിതാവിലുണ്ട്, പുത്രനിലുണ്ട്, പരിശുദ്ധാത്മാവിലുണ്ട്. ഈ സ്നേഹമാകുന്ന ദൈവമാണ് നമ്മെ സ്നേഹിച്ചത്. അഥവാ സ്നേഹം, ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്നതായിരിക്കുന്ന ആ സ്നേഹമാകുന്ന ആ ദൈവമാണ് നമ്മെ സ്നേഹിച്ചത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പിതാവിനോടുള്ള സ്നേഹം പുത്രനോടുള്ള സ്നേഹം തന്നെയാണ്. ദൈവത്തോടുള്ളതായിരിക്കുന്ന സ്നേഹം എന്ന് പറയുമ്പോൾ അതിനകത്തുനിന്ന് പുത്രനെ നമുക്ക് മാറ്റേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. വി വിൽ ലുക്ക് ഇൻ ടു ടു വേഴ്സസ് ഫ്രം ദ ഗോസ്പൽ ഓഫ് ജോൺ. യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളതായിരിക്കുന്ന രണ്ട് വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കർത്താവ് പറയുന്നതായിരിക്കുന്ന രണ്ട് വാക്യങ്ങളാണ്. ദ ഫസ്റ്റ് വേഴ്സ് ഈസ് ഇൻ ജോൺ ചാപ്റ്റർ 8 ആൻഡ് വേഴ്സ് 42. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു എന്നാണ്. ജീസസ് സെഡ് ടു ദം, ഇഫ് ഗോഡ് വർ യുവർ ഫാദർ യു വുഡ് ലവ് മീ. അവിടെ അതിന്റെ താഴോട്ടുള്ളതായിരിക്കുന്ന ഭാഗങ്ങളൊക്കെ വായിച്ചാൽ ആ ഭാഗം മനസ്സിലാക്കുമ്പോൾ കർത്താവ് പറയുന്നതായിരിക്കുന്ന കാര്യം ഇതാണ്: നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കും. ഈ ദൈവം നിങ്ങളുടെ പിതാവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക, പിതാവ് എന്നുള്ള നിലയിൽ അവനെ സ്നേഹിക്കുന്നു എന്നുള്ള നിലയിലൊക്കെ ഉള്ള ഒരു കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോ നിങ്ങൾ ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെയും സ്നേഹിക്കുമായിരുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഒരു വാക്യം കൂടെ അതിനോട് ബന്ധപ്പെട്ട് യോഹന്നാന്റെ സുവിശേഷം തന്നെ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഇത് 5-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യമാണ്. ആദ്യത്തെ നമ്മൾ വായിച്ചത് 8-ാം അധ്യായത്തിന്റെ 42 ജോൺ ചാപ്റ്റർ 5 വേഴ്സ് 42. അവിടെ കർത്താവ് പറയുന്നത് എങ്ങനെയാണ്: എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹം ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. But I know you that you do not have the love of God in yourselves. What is the reason? കർത്താവ് എന്താണ് ഇത് ഇങ്ങനെ ഒരു കാര്യം പറയാൻ കാരണം? അതിന്റെ അടുത്ത വാക്യത്തിലുണ്ട്, See, I have come in my Father's name and you do not receive me. നിങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹം ഇല്ല എന്ന് കർത്താവ് പറയാനായിട്ടുള്ള കാരണം അവിടെ why did Jesus say that അല്ലെങ്കിൽ he is talking to the people of Israel? Why did he say that the people of Israel do not have the love for God? Because they have rejected Jesus Christ, because they have not received him. അവർ കർത്താവിനെ, യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ല, അവനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹം ഇല്ല എന്നുള്ളത് പറയുന്നത്. അപ്പോ ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിനെ സ്നേഹിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നതായിരിക്കുന്ന വിഷയം ദൈവത്തെ അറിയുക എന്നുള്ള വിഷയത്തെ കുറിച്ചാണല്ലോ. ക്രിസ്തുവിനെ അറിയുക എന്ന് പറയുന്നതും ദൈവത്തെ അറിയേണ്ടതിന്റെ ആവശ്യകതയെ വളരെയധികം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം
ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് ദൈവത്തെ ശരിയായിട്ടുള്ള നിലയിൽ അറിയാനായിട്ട് കഴിയില്ല. നമുക്കറിയാമല്ലോ, ദൈവത്തിന്റെ വെളിപ്പാട് എന്ന് പറയുന്നത്, സി വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ റെവലേഷൻ ദാറ്റ് ഈസ് ഗിവൻ ടു അസ് ഈസ് ദാറ്റ് റെവലേഷൻ ഈസ് പ്രോഗ്രസീവ് ഇൻ നേച്ചർ. ദൈവത്തിന്റെ വെളിപ്പാട് എന്ന് പറയുന്നത് അത് ഭാഗം ഭാഗമായിട്ട്, എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം ഭാഗം ഭാഗമായും വിവിധമായും അത് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന വെളിപ്പാട് ദൈവം പുത്രനിലൂടെയാണ് ഈ അന്ത്യകാലത്ത് നമുക്ക് തന്നിട്ടുള്ളത്. ശരിക്കു പറഞ്ഞാല് ഇറ്റ് ഈസ് ഹിസ് സൺ ഹു ഹാസ് റിവീൽഡ് ഹിം കംപ്ലീറ്റ്ലി. സോ യു വിൽ നെവർ ബി ഏബിൾ ടു നോ ഗോഡ് അൺലെസ് യു നോ ക്രൈസ്റ്റ്. Only through Christ, only through Jesus, you will ever be able to know God. അത് വളരെ വ്യക്തമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. You cannot touch God, you cannot see God, you cannot experience God with your എന്താ പറയാ, നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഒരിക്കലും ദൈവത്തെ മനസ്സിലാക്കാനായിട്ടോ അറിയാനായിട്ടോ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ജോൺ ചാപ്റ്റർ 1:18, നോ വൺ ഹാസ് സീൻ ഗോഡ് അറ്റ് എനി ടൈം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. ഇഫ് യു ഹാവ് എനി ഓഫ് ദി മോഡേൺ ഇംഗ്ലീഷ് translations, you might read that verse like this: no one has seen God at any time, the only begotten God who is in the bosom of the Father, he has explained him, he has revealed him എന്നാണ്. അത് മോഡേൺ ട്രാൻസ്ലേഷൻസിലൊക്കെ only begotten God എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം, ഏറ്റവും ആദ്യകാലത്തെ ഗ്രീക്ക് കയ്യെഴുത്ത് പ്രതികളിൽ, ഏറ്റവും പുരാതനമായിരിക്കുന്ന ഗ്രീക്ക് കയ്യെഴുത്ത് പ്രതികളിൽ നാം കാണുന്നത് ദ ഓൺലി ബിഗോട്ടൻ ഗോഡ് എന്നാണ്. മോണോഗെനീസ് തെയോസ് എന്നാണ്. അതായത് നമുക്ക് മലയാളത്തിൽ അതിനെ പരിഭാഷപ്പെടുത്തി കഴിഞ്ഞാൽ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ ദൈവം അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. ക്രിസ്തുവിന്റെ ദൈവത്വത്തിന് വളരെ ശക്തമായിട്ടുള്ള ഒരു വാക്യം കൂടെയാണ് യോഹന്നാൻ 1:18 എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ളതായിരിക്കുന്ന മലയാള പരിഭാഷ പ്രധാനമായിട്ടും കടന്നു വന്നത് കുറച്ച് ലേറ്റ് ആയിട്ടുള്ള മാൻസ്ക്രിപ്റ്റിൽ നിന്നായതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമായിട്ടുള്ള നിലയിൽ കിട്ടാത്തത്. മലയാളത്തിലുള്ള MCV, മലയാളം കണ്ടംപററി വേർഷനിലൊക്കെ ഇത് ആ ഏകജാതനായ ദൈവം അല്ലെങ്കിൽ ഹിസ് യുണീക്ക് അല്ലെങ്കിൽ ആ യുണീക്ക് സൺ ഓഫ് ഗോഡ് എന്ന് പറയുന്നതായിരിക്കുന്ന പ്രയോഗത്തിന്റെ ആശയം വരുന്ന നിലയിൽ ദൈവം എന്നുള്ള നിലയിൽ തന്നെയാണ് ആ പരിഭാഷ കൊടുത്തിട്ടുള്ളത്. അത് മറ്റൊരു വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെങ്കിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തുവിലൂടെ അല്ലാതെ ദൈവത്തെ നമുക്ക് അറിയാൻ കഴിയില്ല, ക്രിസ്തുവിലൂടെ അല്ലാതെ ദൈവത്തെ സ്നേഹിക്കാനും കഴിയില്ല. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വിഷയം നമുക്ക് ലഭ്യമാകുമ്പോൾ ഇന്ന് നാം ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട്, ഇറ്റ് ഈസ് ഓൺലി ത്രൂ ക്രൈസ്റ്റ്, ഇറ്റ് ഈസ് ഓൺലി ത്രൂ ജീസസ് വി വുഡ് എവർ ബി ഏബിൾ ടു, ഓർ വി വിൽ ബി ഏബിൾ ടു ലവ് ഗോഡ്. പഴയ നിയമകാലത്തുള്ളതായിരിക്കുന്ന വിശുദ്ധന്മാർ അവര് ദൈവത്തെ സ്നേഹിച്ചു. പക്ഷെ നമുക്കറിയാം, അബ്രഹാം പോലെയുള്ളതായിരിക്കുന്ന ആളുകൾ, അവർ എന്റെ ദിവസം കണ്ടു എന്ന് കർത്താവ് പറയുന്നുണ്ട്. അവര് മുൻപിലേക്ക് നോക്കിക്കൊണ്ട് വരാൻ പോകുന്ന മിശിഹായിലൂടെ, ആ രക്ഷകനിലൂടെ ദൈവത്തെ ദർശിച്ചപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അവർക്ക് ലഭ്യമാകാൻ പോകുന്നതായിരിക്കുന്ന നന്മകളെ അവർ ദർശിച്ചപ്പോൾ, നാം ഇവിടെ നിന്നുകൊണ്ട് പിറകിലോട്ട് നോക്കിക്കൊണ്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിലേക്ക് വന്നതായിരിക്കുന്ന ക്രിസ്തുവിലൂടെയാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നത്. ആ കർത്താവിനോടുള്ളതായിരിക്കുന്ന സ്നേഹം നമ്മിൽ എത്രമാത്രം വർദ്ധിക്കുന്നോ അത്രയും ദൈവത്തോടുള്ളതായിരിക്കുന്ന സ്നേഹം അത് വർദ്ധിക്കാനായിട്ട് ഇടവരുന്നതാണ്. ഇതിനിടയിൽ ആരോ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്കത് വായിക്കാനായിട്ട് സാധിക്കുന്നില്ല. ആരെങ്കിലും എനിക്കത് ഫോർവേഡ് ചെയ്ത് തരും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നാലെ അതിന് മറുപടി പറയാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ഈ കർത്താവിന്റെ സ്നേഹത്തോട് ബന്ധപ്പെട്ടുള്ളതായിരിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് പറയട്ടെ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമുക്കൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്,
എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ. എഫേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 17 and 18. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. That portion is actually a prayer of Apostle Paul for the believers in Ephesus. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഫേസോസിലുള്ളതായിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എഫേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 14 ഓൺവേർഡ്സ്. അതില് one of his prayers or one of his desires for or about the believers in Ephesus is that Christ may dwell in their hearts through faith, and that you, being rooted and grounded in love, may be able to comprehend with all the saints what is the breadth and length and height and depth, and to know the love of Christ which surpasses knowledge. അവിടെ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന് സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും ചെയ്യണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. See, the prayers of Paul is in fact a vast subject, a subject that we should study. പൗലോസിന്റെ പ്രാർത്ഥനകൾ ഒരു വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. നാം അത് വായിക്കണം, നമ്മൾ പഠിക്കേണ്ടതാണ്. അതില് വാട്ട് ഹി ഈസ് ഫോക്കസിങ്, പൗലോസ് എന്തിലാണ് തന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, he is more concerned about the spiritual welfare and the spiritual growth of the believers rather than their material, prosperity or their growth in any of the worldly things. ആ ഒരു കാര്യത്തിന് വേണ്ടി, ആത്മീയമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആത്മീയമായിരിക്കുന്ന നിലയിലുള്ള അവരുടെ വളർച്ചയ്ക്കും വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയിൽ പൗലോസ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് that they should grow in their love for Christ. ക്രിസ്തുവിനോടുള്ളതായിരിക്കുന്ന അവരുടെ സ്നേഹത്തിൽ അവർ വർദ്ധിച്ചു വരണം. അർത്ഥാൽ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം എന്ന് പറയുമ്പോൾ അതും കൂടെ അതിനകത്ത് അർത്ഥമാക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തെ അവർക്ക് കൂടുതലായി സ്നേഹിക്കാനായിട്ട് കഴിയണം ദിനംതോറും. അത് പത്രോസ് അപ്പോസ്തലനും പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ആ വാക്യം എടുത്ത് വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. 2 പത്രോസ് 3:18, 2 Peter chapter 3 verse 18, അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഗ്രോ ഇൻ ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന പരിജ്ഞാനത്തിൽ വളരണം. അത് എന്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്? ക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന പരിജ്ഞാനം നമ്മെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നു. കാരണം ക്രിസ്തു എന്ന് പറയുന്നത് ഈസ് എംബോഡിമെന്റ് ഓഫ് ഓൾ ദി ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ക്വാളിറ്റീസും ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ കാണുന്നതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് കർത്താവ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നതെന്നാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, കർത്താവിന്റെ ദൈവത്വത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന അനേക വാക്യങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. Out of all the verses that talks about the deity of our Lord Jesus Christ, Colossians chapter 2 verse 9 is the strongest one. അതാണ് ഏറ്റവും, ഒരു തരത്തിൽ പറഞ്ഞാൽ പുതിയ നിയമത്തിൽ തന്നെയുള്ള ഏറ്റവും ശക്തമായിരിക്കുന്ന വാക്യം, കർത്താവിന്റെ ദൈവത്വത്തോടുള്ള ബന്ധത്തിലുള്ളതായിരിക്കുന്ന ഒരു കാര്യം. അവിടെ നാം വായിക്കുന്ന, for in him all the fullness of deity dwells in bodily form. All the fullness of deity dwells in bodily form എന്നാണ്. ഞാൻ അതിന്റെ ആ 2 സൂപ്പർലേറ്റീവ്, ഓൾ എന്ന് പറഞ്ഞാൽ മതി, ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അവിടെ ഓൾ ദ ഫുൾനെസ്, ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും, അവിടെ നമ്മൾ വായിക്കുന്ന സർവസമ്പൂർണ്ണ, ദൈവത്തിന്റെ സമ്പൂർണത എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ സർവസമ്പൂർണതയും എന്ന്. ആ സമ്പൂർണത എന്ന് വായിക്കുന്നത് പെർഫെക്ഷൻസ് എന്ന് ചില ട്രാൻസ്ലേഷനിൽ നമ്മൾ കാണുന്നുണ്ട്, ആട്രിബ്യൂട്ട്സ് എന്ന് ചില ട്രാൻസ്ലേഷനിൽ കാണുന്നുണ്ട്. ദൈവത്തിന്റെ സമ്പൂർണതകളെല്ലാം
പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് എല്ലാം പെർഫെക്റ്റ് ആണ്. അതിനേക്കാൾ കൂടുതലായിട്ട് വളരാനായിട്ട് ദൈവത്തിന് കഴിയില്ല. കാരണം അത് പെർഫെക്റ്റ് സ്റ്റേറ്റിലാണ്. ഈവൻ സ്നേഹം പോലും ദൈവത്തിന് കൂടുതൽ സ്നേഹവാനാകേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. ദൈവത്തിന് കൂടുതൽ സ്നേഹവാനാകാനും ദൈവത്തിന് കുറഞ്ഞ് സ്നേഹവാനാകാനും ഒന്നും നമുക്ക് കഴിയില്ല. പല ആളുകളും ഈ പാട്ടുകളിലൂടെയൊക്കെ തെറ്റായിട്ടുള്ള തിയോളജി ഈ നാളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ അടുത്ത് കുറച്ചു നാൾ മുമ്പ് കേട്ടതായിരിക്കുന്ന ഒരു പാട്ടാണ്, ഇന്നലെയേക്കാൾ അവൻ ഇന്ന് നല്ലവൻ എന്നാണ്. ദൈവത്തെക്കുറിച്ച് പാടിയതായിരിക്കുന്ന, ഒരുപക്ഷെ ആ പാട്ടുകാരന്റെ ആ ഹൃദയത്തിൽ വന്നതായിരിക്കുന്ന ഒരു ആശയം എന്നുള്ള നിലയിൽ താൻ പറഞ്ഞതായിരിക്കാം. പക്ഷെ അതിനകത്ത് വളരെ ഗുരുതരമായിരിക്കുന്ന ഒരു തെറ്റുണ്ട്. ഇന്നലെയേക്കാൾ അവൻ ഇന്ന് നല്ലവൻ എന്ന് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അവനും വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ചിന്ത അതിനകത്ത് വരുന്നുണ്ട്. സി, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി റോങ്. ഗോഡ് കനോട്ട് ബി മോർ ലവിങ് ദാൻ മോർ ലവിങ് ടുഡേ ദാൻ യെസ്റ്റർഡേ. കാരണം ദൈവത്തിന്റെ സമ്പൂർണത എന്ന് പറയുന്നത്, ദോസ് ആർ ഹിസ് പെർഫെക്ഷൻസ്. ഹി കനോട്ട് ഗ്രോ ഇൻ എനി ഓഫ് ഹിസ് പെർഫെക്ഷൻസ്. അവന് അതിന്റെ ആ ദൈവം സ്നേഹവാനായിരിക്കുന്നത് പൂർണ്ണമായിരിക്കുന്ന അളവിലാണ്. അതിൽ നിന്ന് കുറയാനായിട്ട് അവന് കഴിയില്ല, അതിൽ നിന്ന് കൂടുതലാകാനായിട്ടും കഴിയില്ല. കാരണം അവൻ ആ ഒരു സമ്പൂർണതയിലാണ്. അങ്ങനെയുള്ള എല്ലാ സമ്പൂർണതയും സമ്പൂർണമായിട്ടുള്ള അളവിൽ തന്നെ ക്രിസ്തുവിലുണ്ട് എന്ന് പറയുമ്പോൾ ദൈവത്വത്തിന് വേറൊരു തെളിവ് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ആവശ്യമില്ല. അതുകൊണ്ട് ക്രിസ്തുവിൽ ദൈവത്തിന്റെ എല്ലാ സമ്പൂർണതയുണ്ട്, അതിൽ സ്നേഹവും ഉണ്ട്. ക്രിസ്തു സ്നേഹ സ്വരൂപൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്. സ്നേഹസ്വരൂപൻ, സ്നേഹത്തിന്റെ സ്വരൂപമാണവൻ. കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ആ ഒരു നിലയിലാണ്. നോക്കുക, നമ്മൾ സാധാരണ മലയാളത്തില് ഇങ്ങനെ ഒരു പദപ്രയോഗം നടത്താറുണ്ട്. ചില കാര്യങ്ങൾക്കൊക്കെ അത് തെറ്റായിട്ടുള്ള നിലയിലാണ് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. അഹങ്കാരത്തിന് കൈയും കാലും വെച്ച് വന്നിരിക്കുന്നു എന്നൊക്കെ പല ആളുകളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. സ്നേഹത്തിന് കൈയും കാലും വെച്ച് വന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ആ ഒരു കാര്യമാണ് ക്രിസ്തുവിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത്, കർത്താവ് യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് കഴിയും എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ ഈ ദൈവത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവാണ്, ക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവ്, ദൈവത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവ് നമ്മെ പല കാര്യങ്ങളിലേക്ക് നയിക്കും. ഞാൻ ഇത് വളരെ പെട്ടെന്ന് ഒരു 3-4 കാര്യങ്ങൾ ഒന്ന് അത് വിശദീകരിക്കാതെ ഞാൻ പറയുകയാണ്, സമയത്തിന്റെ കുറവുണ്ടല്ലോ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അത് എന്തെല്ലാം കാര്യത്തിലേക്ക് നമ്മെ നയിക്കും എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഒരു വാക്കിൽ പറയാനായിട്ട്, അല്ലെങ്കിൽ ഒരു 3-4 വാചകത്തിൽ മാത്രം പറയാനായിട്ട്, അത് വിശദീകരിക്കാനായിട്ടല്ല, അത് എന്റെ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരു കാര്യമായിട്ട് മാറുമ്പോൾ അത് ആ നിലയിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ, വാട്ട് ആർ ദ ഇഫക്ട്സ് ഡസ് നോളജ് ഓഫ് ഗോഡ് ഹാവ് ഓൺ എ പേഴ്സൺ? എന്താണ് ദൈവത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവ് ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവ് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്, മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. ദൈവത്തെക്കുറിച്ച് അറിയാതെ നമുക്ക് ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. ആ ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന അറിവ് നമ്മെ എങ്ങനെയാണ്, എന്തിലേക്കാണ് നയിക്കുക? ദാനിയേലിന്റെ പ്രവചനത്തിൽ നിന്നുള്ളതായിരിക്കുന്ന 1-2 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദോസ് ഹു നോ ഗോഡ് ഹാവ് ഗ്രേറ്റ് എനർജി ഫോർ ഗോഡ്. ദൈവത്തെ അറിയാവുന്നവർക്ക് ദൈവത്തിനു വേണ്ടി വളരെ ഒരു 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 താല്പര്യവും ഒരു വലിയ ഉത്സാഹവും ഒക്കെ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതാണ് ഗ്രേറ്റ് എനർജി എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യം പറയുന്നത്. ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം ഞാൻ അതെടുത്ത് വായിക്കുന്നില്ല. അവിടെ ദൈവത്തെ അറിയുന്നവർ ദൈവത്തിന് വേണ്ടി വീര്യം പ്രവർത്തിക്കും എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. നോക്കുക, അപ്പോ ദോസ് ഹു നോ ഗോഡ് ഹാവ് ഗ്രേറ്റ് എനർജി ഫോർ ഗോഡ്. ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിയുമ്പോഴാണ് ആ ദൈവത്തിന് വേണ്ടി വളരെ വളരെ ഉത്സാഹമുണ്ടാകുന്നത്. ആ ദൈവത്തിന് വേണ്ടി വളരെ കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ ആ ഒരു നിലയിലുള്ള ഒരു താല്പര്യം ഹൃദയത്തിനകത്തുണ്ടാകുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദോസ് ഹു നോ ഗോഡ് ഹാവ് ഗ്രേറ്റ് തോട്ട്സ് ഓഫ് ഗോഡ്. ദൈവത്തെ അറിയാവുന്നവർക്ക് ദൈവത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ചിന്തകൾ അവരുടെ ഹൃദയത്തിനകത്തുണ്ടാകും. ദാനിയേലിന്റെ പ്രവചനം ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിലൊക്കെ ദൈവത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന ചില പ്രയോഗങ്ങൾ, ഞാൻ അത് വിശദീകരണത്തിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞല്ലോ. ആ ദൈവത്തെക്കുറിച്ച്, ദൈവം ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ചില പ്രയോഗങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോ
ദൈവം ആരാണ് എന്നുള്ളത് നാം അറിയുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ശ്രേഷ്ഠമായ അവന്റെ ആ മഹത്വകരമായിരിക്കുന്ന ചില ചിന്തകൾ നമ്മുടെ ഹൃദയത്തിനകത്ത് നിറയാനായിട്ട് ഇടവരുന്നതാണ്. മൂന്നാമത്തേത്, ദോസ് ഹു നോ ഗോഡ് ഷോ ഗ്രേറ്റ് ബോൾഡ്നെസ് ഫോർ ഗോഡ്. Those who know God show great boldness for God. ദൈവത്തെ അറിയാവുന്നവർ ദൈവത്തിന് വേണ്ടി വളരെ ധൈര്യം കാണിക്കുന്നവരാണ്. നമുക്കറിയാം ദാനിയേലും അതിന് വാക്യങ്ങളൊന്നും എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഒക്കെ ദൈവത്തെ അവർ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് വാസ്തവത്തിൽ ആ ദൈവത്തിന് വേണ്ടി അത്രയും ധൈര്യം കാണിക്കാനായിട്ട് അവർക്ക് സാധിച്ചത്. ദൈവത്തിന് വേണ്ടി ധൈര്യപ്പെട്ട് നിന്നത് അവർ ദൈവത്തെ അറിഞ്ഞതുകൊണ്ടാണ്. ദൈവഭാഗത്ത് ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞാലും അതിനകത്ത് തെറ്റില്ല. കാരണം ദൈവത്തോടുള്ള സ്നേഹമാണ് അവരെ ദൈവത്തിന് വേണ്ടി ധൈര്യത്തോടു കൂടി നിൽക്കാനായിട്ട് സാധിച്ചത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് അപ്പോസ്തലന്മാര് ന്യായാധിപ സംഘത്തിന്റെ മുൻപാകെ ധൈര്യത്തോടെ പറയുന്നത് നാം മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അറിയാവുന്ന ഒരു കാര്യമാണ്. മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ അറിഞ്ഞതുകൊണ്ടാണ് അവർക്കും അങ്ങനെ പറയാനായിട്ട് ഇടയായത്. നാലാമത്തെ കാര്യം എന്നുള്ളത്, ദോസ് ഹു നോ ഗോഡ് ഹാവ് ഗ്രേറ്റ് കണ്ടന്റ്മെന്റ് ഇൻ ഗോഡ്. ദൈവത്തെ അറിയാവുന്നവർക്ക്, ദൈവത്തെ അറിയുന്നവർക്ക് ദൈവത്തിൽ ഒരു വലിയ സംതൃപ്തിയുണ്ട്. ദൈവത്തിൽ ഒരു വലിയ സംതൃപ്തിയുണ്ട്. സ്നേഹത്തിൽ ഉണ്ടാകേണ്ടതായിരിക്കുന്ന ഒരു വലിയ കാര്യമാണ്. സ്നേഹത്തിൽ ഒരു വലിയ സാറ്റിസ്ഫാക്ഷനാണ്. സ്നേഹിക്കപ്പെടുന്നവർക്ക് ആ സംതൃപ്തി ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. ദൈവത്തെ അറിയുന്നവർ, ദോസ് ഹു നോ ഗോഡ്, ദേ വിൽ ഹാവ് ഗ്രേറ്റ് കണ്ടന്റ്മെന്റ് ഇൻ ഗോഡ്. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവര് തീച്ചൂളയിലേക്ക് എറിയപ്പെടാനായിട്ട് പോകുന്ന സമയത്ത് അവർ പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്, സി അവർ ഗോഡ് ഈസ് ഏബിൾ ടു സേവ് us ഫ്രം ദിസ്. ഈ തീയിൽ നിന്ന് ദൈവത്തിന് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് കഴിയും. ബട്ട് ഈവൻ ഇഫ് ഹി ഡിഡ് നോട്ട്, അല്ലെങ്കിൽ ഇഫ് ഹി ഡിഡ് നോട്ട്, ഇഫ് ഹി കനോട്ട് എന്നല്ല, അതായത് ദൈവം അവിടെ ഞങ്ങളെ ഈ തീച്ചോളയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് അവന് കഴിയും. ഇനി അവൻ ആ നിലയിൽ ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും, രക്ഷിക്കാനായിട്ട് കഴിവില്ലെങ്കിലും എന്നല്ല പറഞ്ഞത്, രക്ഷിച്ചില്ലെങ്കിലും എന്നാണ്. അപ്പം സാധാരണഗതിയിൽ ഇങ്ങനെ അവരെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്, ദേ ട്രസ്റ്റഡ് ഇൻ ദ പവർ ഓഫ് ഗോഡ്. ദൈവത്തിന് കഴിയും എന്നുള്ളതായിരിക്കുന്ന കാര്യം അവർ വിശ്വസിച്ചിരുന്നു. ദേ ഓൾസോ ട്രസ്റ്റഡ് ഇൻ ദ പർപ്പസസ് ഓഫ് ഗോഡ്. നോട്ട് ഓൺലി ദാറ്റ് ദേ ട്രസ്റ്റഡ് ഇൻ ദി പവർ ഓഫ് ഗോഡ്, ബട്ട് ദേ ഓൾസോ ട്രസ്റ്റഡ് ഇൻ ദ പർപ്പസ് ഓഫ് ഗോഡ്. കാരണം ഇനി അങ്ങനെ ഞങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ദൈവത്തിന് പദ്ധതി ഇല്ല എന്നുണ്ടെങ്കിൽ പോലും സ്റ്റിൽ വി വിൽ നോട്ട് വർഷിപ്പ് ദിസ് ഇമേജ് എന്നുള്ളതായിരുന്നു അവരുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. ദൈവം ഞങ്ങളെ രക്ഷിക്കും, ഇനി അഥവാ അവൻ രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവെ ഇവിടുത്തെ ഈ പ്രതിമയെ ഞങ്ങൾ വണങ്ങില്ല. അത് ദൈവത്തിലുള്ളതായിരിക്കുന്ന ഒരു സംതൃപ്തിയാണ്. കാരണം ഏതൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഞാനത് പിന്നാലെ ഇതിന്റെ പിന്നീടുള്ളതായിരിക്കുന്ന ഒരു ക്ലാസ്സിൽ വിശദമാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ലവിങ് ഗോഡ് ത്രൂ അവർ അഡ്വേഴ്സിറ്റീസ് എന്നുള്ളത്. നമ്മുടെ കഷ്ടതകളിൽ നമുക്ക് എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് കഴിയുമെന്നുള്ളത് പിന്നാലെ ഒരു ദിവസത്തെ ക്ലാസ്സിൽ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് പിന്നാലെ പറയാമെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഞാൻ ഇപ്പോൾ അത് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കഷ്ടതകളിൽ പോലും ദൈവത്തെ മുറുകെ പിടിക്കുക. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഓക്കെ, ഇങ്ങനെ ഒരു പ്രയാസം വന്നു, ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ല, ഈ ദൈവത്തിന് ഞങ്ങളോട് സ്നേഹമില്ല എന്ന് പറയുകയല്ല ശദ്രക്കും മേശക്കും അബേദ്നെഗോയും ചെയ്തത്. അവർ ആ ദൈവത്തിന്റെ ആ പദ്ധതി മനസ്സിലാക്കിക്കൊണ്ട് ദേ സ്റ്റിൽ ലവ് ഗോഡ്, ദേ വർ സാറ്റിസ്ഫൈഡ് ഇൻ ഗോഡ്. ജോൺ പൈപ്പർ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ദേവദാസന്റെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് പലപ്പോഴും എന്നെ വളരെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം പറഞ്ഞു, ഗോഡ് ഈസ് മോസ്റ്റ് ഗ്ലോറിഫൈഡ് ഇൻ അസ്. ഇത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഗോഡ് ഈസ് മോസ്റ്റ് ഗ്ലോറിഫൈഡ് ഇൻ അസ് വെൻ വി ആർ മോസ്റ്റ് സാറ്റിസ്ഫൈഡ് ഇൻ ഹിം. ദൈവത്തിൽ നാം എന്തുമാത്രം സംതൃപ്തിപ്പെടുന്നുവോ അത്ര കണ്ടാണ് ദൈവം നമ്മിൽ മഹത്വപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗോഡ് ഈസ് മോസ്റ്റ് ഗ്ലോറിഫൈഡ് ഇൻ അസ്
when we are most satisfied in him. ദൈവത്തിൽ നമുക്ക് നമ്മളെ പലതരത്തിലുള്ളതായിരിക്കുന്ന ആ സാഹചര്യങ്ങളിലൂടെ പല അവസ്ഥകളിലൂടെ ഒക്കെ കടത്തിവിടുമ്പോൾ ആ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമുക്ക് കഴിയുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവത്തോടുള്ളതായിരിക്കുന്ന ആ സ്നേഹം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു മഹത്വം നമ്മിൽ വെളിപ്പെടുന്നത് അങ്ങനെയുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങളിലാണ്. നമുക്ക് നമ്മുടെ വിഷയത്തിൽ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക എന്ന് പറയുന്നതായിരിക്കുന്ന ആ വേദഭാഗം, അതിന്റെ പുതിയ നിയമത്തിലുള്ളതായിരിക്കുന്ന വാക്യമാണ് നമ്മൾ ചിന്തിച്ചത് എന്ന് വരികിലും അതിന്റെ പഴയ നിയമ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ ചേർത്ത് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ആ ദൈവത്തെ, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിയുക എന്ന് പറയുന്നത് അതൊരു വലിയ വിഷയമാണ്. ഞാൻ അതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ദൈവത്തെ യഥാർത്ഥമായിട്ട് നമുക്ക് സ്നേഹിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ നമുക്ക് അറിയണം. പക്ഷേ എങ്ങനെയൊക്കെയാണ് ഈ വേദപുസ്തകം, നമുക്കറിയാമല്ലോ ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് നമുക്ക് അറിയാനായിട്ട് കഴിയില്ല. വി കനോട്ട് ഫുള്ളി നോ ഗോഡ്, ബട്ട് വി ക്യാൻ ട്രൂലി നോ ഗോഡ്. ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസമാണ്. വി കനോട്ട് ഫുള്ളി നോ ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറയുകയുണ്ടായി. ദൈവത്തിന്റെ സ്നേഹത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയില്ല. പക്ഷെ ദൈവം സ്നേഹമാണ് എന്നുള്ളത് സത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് കഴിയും. സി, ബിക്കോസ് ദാറ്റ് ഈസ് എ ട്രൂത്ത്. അത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. We cannot fully comprehend who God is. We cannot fully comprehend any of the characteristics of God, but we can truly know God. We can truly know God എന്ന് പറഞ്ഞാൽ അവനെ സത്യമായിട്ട്, അവനെ എങ്ങനെയുള്ളവനാണ് എന്നുള്ളത് അറിയാനായിട്ട് കഴിയും. പൂർണ്ണമായിട്ട് അറിയാനായിട്ട് സാധിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ആ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളിലൂടെയാണ്. ഒന്ന് നമ്മൾ ജനറൽ റെവലേഷൻ എന്ന് പറയും, പൊതുവായിരിക്കുന്ന വെളിപ്പാട് എന്ന് പറയും. അത് ഈ പ്രപഞ്ചത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു ദൈവം ഇതിനെ സൃഷ്ടിച്ചു എന്നുള്ളതായിരിക്കുന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. When you look around, you look into the nature, you look into your own conscious, your own body, you understand that there is a creator for all this. അങ്ങനെ നമുക്ക് ദൈവത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന ചില ബേസിക് ആയിട്ടുള്ള നോളജ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ജനറൽ റെവലേഷൻ എന്ന് പറയുന്നത്, അഥവാ ഈ പൊതുവായിട്ടുള്ള വെളിപ്പാട് എന്ന് പറയുന്നത്, ദിസ് ഈസ് നോട്ട് സഫിഷ്യന്റ് ഫോർ ദ സാൽവേഷൻ ഓഫ് എനിവൺ. അതൊരിക്കലും ഒരാളെ രക്ഷയിലേക്ക് നയിക്കുന്നില്ല. ഈ പൊതുവായിട്ടുള്ള വെളിപ്പാട് ഒരാൾ പ്രാപിച്ചതുകൊണ്ട് ഒരിക്കലും ആ വ്യക്തി രക്ഷിക്കപ്പെടുന്നില്ല. രക്ഷിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ യു നീഡ് എ സ്പെഷ്യൽ റെവലേഷൻ ഫ്രം ഗോഡ്. അതാണ് നമുക്ക് വേദപുസ്തകത്തിൽ തന്നിട്ടുള്ളത്. ആ പുസ്തകത്തിലൂടെ, പുതിയ നിയമത്തിലൂടെ, അല്ലെങ്കിൽ പുതിയ നിയമം എന്ന് ഞാൻ പറയുമ്പോൾ അതിലൂടെ മാത്രമല്ല, ദൈവത്തിന്റെ രക്ഷാകരമായിരിക്കുന്ന കാര്യങ്ങളെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തിയിട്ടുള്ളത് 66 പുസ്തകങ്ങൾ അടങ്ങിയതായിരിക്കുന്ന വേദപുസ്തകം മുഴുവനായിട്ടും ദൈവത്തിന്റെ വെളിപ്പാടാണ്. അതിൽ മുഴുവൻ ഈ രക്ഷാകരമായിരിക്കുന്ന കാര്യത്തെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. സോ യു ക്യാൻ നോ ഗോഡ് ത്രൂ ജനറൽ റെവലേഷൻ, but only the basics of who God is, or whether about the existence of God. There are certain things that certain characteristics of God that the nature reveals, like that he is good, he is righteous. അങ്ങനെയുള്ളതായിരിക്കുന്ന ചില ബേസിക് കാര്യങ്ങൾ ജനറൽ റെവലേഷനിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇഫ് യു വാണ്ട് ടു നോ ഗോഡ് ട്രൂലി, you will need the special revelation that is given through the scriptures. അതിൽ കൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. ഇന്ന് ലോകത്തിലുള്ളതായിരിക്കുന്ന അനേക മതങ്ങളുടെ ആരംഭം നമ്മളൊന്ന് പരിശോധിക്കാനായിട്ട് ശ്രമിച്ചാൽ, if you investigate the origin of many religions in this world, you will find that all these religions they misinterpreted the general revelation. അല്ലെങ്കിൽ they began because of the misinterpretation of the general revelation. പൊതുവായിരിക്കുന്ന വെളിപ്പാടിനെ തെറ്റായി വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് ഇന്ന് ലോകത്തിൽ വിവിധമായിരിക്കുന്ന മതങ്ങൾ ഉണ്ടായത്. കാരണം എവിടെയൊക്കെ അവർ വലിയ വലിയ ശക്തികളെ കണ്ടോ അതൊക്കെ ദൈവമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. ദൈവത്തിന്റെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഭാഗമാണ് എന്നുള്ളതിന് പകരമായിട്ട് ശക്തിയുള്ളത്, അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതായിരിക്കുന്ന എന്തെല്ലാം ശക്തികളുണ്ടോ അതിനെല്ലാം ദൈവമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. അങ്ങനെ ഈ പൊതുവായിരിക്കുന്ന വെളിപ്പാടിനെ തെറ്റായി വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് ഇന്ന് ലോകത്തിൽ മതങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ
യഥാർത്ഥ ദൈവത്തിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന, യഥാർത്ഥ ദൈവത്തെ മനസ്സിലാക്കിയാൻ നമ്മെ സഹായിക്കുന്ന, അവന്റെ യഥാർത്ഥ സ്വഭാവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഈ ദൈവത്തിന്റെ വെളിപ്പാടാണ്, ദൈവത്തിന്റെ വചനമാണ്. ആ ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക? അവന്റെ there are a lot of names in the scriptures given to God or attributed to God. അതിൽ കൂടെ നമുക്ക് ദൈവത്തിന്റെ സ്വഭാവത്തെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവത്തിന്റെ പല പേരുകൾ ഈ വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന പേരുകളാണ്. ഞാൻ അതൊന്നും ഓരോന്നും പറയേണ്ടതായിരിക്കുന്ന ആവശ്യം ഇപ്പോഴില്ലല്ലോ. ഈ ഓരോ പേരുകൾ നമ്മൾ വായിക്കുമ്പോൾ നോക്കുക, ഞാനിത് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഈ ഓരോ പേരുകൾ നാം പഠിക്കുമ്പോഴും ആ പേരുകൾ വാസ്തവത്തിൽ ദൈവത്തിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന, ദൈവത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മെ സഹായിക്കുന്ന തരത്തിലുള്ളതായിരിക്കുന്ന പേരുകളാണ് ഇത്. ആ ദൈവത്തിന്റെ സ്വഭാവം നാം മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിന്റെ ആ ഓരോരോ സ്വഭാവങ്ങൾ നാം തിരിച്ചറിയുമ്പോൾ അതൊക്കെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമ്മെ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് എന്നുള്ളതിന് സംശയമില്ല. യഹോവ റാഫ എന്ന് പറയുമ്പോൾ യഹോവ സൗഖ്യമാക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. യഹോവ നമ്മുടെ കൊടി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ യഹോവ നിസി എന്ന് പറയുമ്പോൾ യഹോവ നമ്മുടെ കൊടി എന്ന് പറയും. ഇതിങ്ങനെ ഓരോ തരത്തിലുള്ളതായിരിക്കുന്ന പേരുകൾ നമുക്കറിയാം. എൽ സദായ് എന്നുള്ളതായിരിക്കുന്ന പേര് നമുക്കറിയാം. അതുപോലെ അനേക പേരുകൾ ദൈവത്തിന് വേണ്ടിയിട്ട് ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പേരുകളെല്ലാം നാം ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക, ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദൈവത്തിന്റെ വലിയ ആ ഒരു സ്വഭാവത്തെ, you can know the character of God, you can know the nature of God, you can know who God is through his names. അവന്റെ all his names reveal his character, reveal his nature. അതിലൂടെ നമുക്ക് ദൈവത്തെ പഠിക്കാനായിട്ട് കഴിയും. വേറൊന്നെന്ന് പറയുന്നത് through his attributes. ദൈവത്തിന്റെ പലതരത്തിലുള്ളതായിരിക്കുന്ന എന്താ അതിന് പറയുക, സ്വഭാവ സവിശേഷതകളും. If you study the attributes of God, you will know who he is. അവന്റെ എല്ലാ ആട്രിബ്യൂട്ട്സും, അവന്റെ എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന സ്വഭാവങ്ങളും that will lead us to love him, that will lead us to understand him more, and that will result in loving him more. ദൈവത്തിന്റെ സ്വഭാവത്തെ നാം പഠിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മെ കൂടുതലായിട്ട് ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ടും നമ്മെ അത് സഹായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്വഭാവങ്ങൾ പലതരത്തിലുള്ളത്, രണ്ടു തരത്തിലാണ് പ്രധാനമായിട്ടും തിരിച്ചിട്ടുള്ളത്. ഒന്ന്, ദൈവത്തിന് മാത്രമുള്ളതായിരിക്കുന്ന സ്വഭാവങ്ങളുണ്ട്. We usually call those attributes incommunicable attributes, which he has not communicated with any other beings. അതുകൊണ്ടാണ് incommunicable attributes എന്ന ആട്രിബ്യൂട്ട്സിനെ വിളിക്കുന്നത്. ദൈവത്തിന്റെ പങ്കുവെക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പങ്കുവെച്ചിട്ടില്ലാത്തതായിരിക്കുന്ന ചില സവിശേഷതകളുണ്ട്. ലൈക്ക് ഹിസ് ഒംനീഷ്യൻസ്, അവന്റെ സർവജ്ഞാനം എന്ന് പറയുന്നത്, സർവജ്ഞാനം ദൈവത്തിന് മാത്രമുള്ളതായിരിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ്. ഈ സർവജ്ഞാനത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന, ദൈവത്തിന്റെ സർവജ്ഞാനത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവ് എങ്ങനെയാണ് എന്നെ ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ട് സഹായിക്കുന്നത്? ഹി നോസ് മീ കംപ്ലീറ്റ്ലി. എന്നെ സമ്പൂർണമായിട്ട് അറിയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ദൈവം മാത്രമേ ഉള്ളൂ. ഹി ഈസ് ദ ഓൺലി പേഴ്സൺ ഹു നോസ് മീ കംപ്ലീറ്റ്ലി. അങ്ങനെയുള്ള ഒരു ചിന്ത എന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് എന്നിൽ നിന്ന് എന്നെ സഹായിക്കുന്നത് ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ടാണ്. നോക്കുക, നമ്മളിപ്പോ പല ആളുകളുണ്ട്, നമ്മുടെ ജീവിതത്തിലൊക്കെ പലതരത്തിലുള്ളതായിരിക്കുന്ന സങ്കടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്, ആരെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എന്റെ സങ്കടങ്ങൾ ആരെങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആഗ്രഹിച്ച അനേക നിമിഷങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ആഗ്രഹത്തിനൊത്തവണ്ണം, നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം നമ്മളെ മനസ്സിലാക്കാനായിട്ട് ഈ ലോകത്ത് ഒരു മനുഷ്യനും കഴിയും. അത് നമ്മുടെ ഭർത്താവാണെങ്കിലും ശരി, ഭാര്യയാണെങ്കിലും ശരി, മക്കളാണെങ്കിലും ശരി, സഹോദരങ്ങളാണെങ്കിലും ശരി, നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം നമ്മെ മനസ്സിലാക്കാനായിട്ട്, നമ്മെ അറിയുന്നതുമായിട്ടുള്ള ഒരാളും ഈ ലോകത്തില്ല, ഒരാൾക്കും കഴിയില്ല. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കപ്പുറമായിട്ട്, നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമായി നമ്മെ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ഒരു ചിന്ത എന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ
എന്നെ എല്ലാ നിലയിലും അറിയുന്ന, എന്റെ സങ്കടങ്ങളും എന്റെ വിഷമങ്ങളും എന്റെ വേദനകളും എന്നെ എല്ലാ നിലയിലും അറിയുന്നതായിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതായിരിക്കുന്ന ചിന്ത അവനെ സ്നേഹിക്കാനായിട്ടാണ് എന്നെ സഹായിക്കുന്നത്. മാത്രമല്ല, അവന്റെ ഒംനീഷ്യൻസ് മാത്രമല്ല, അവന്റെ സർവജ്ഞാനം മാത്രമല്ല, അവന്റെ സർവ്വവ്യാപകത്വം, അവന്റെ ആ ഒംനി പ്രസൻസ് എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വ്യാപകത്വം എന്ന് പറയുമ്പോൾ അതെന്താണ്, അതെങ്ങനെയാണ് എന്നെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്? എനിക്ക് അറിയാം, ഇപ്പൊ ഞാനായിരിക്കുന്ന സ്ഥാനത്ത് എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശ്വാസത്തിന് അടുത്തെത്താനായിട്ട് എന്റെ ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുന്ന ആളുകളൊന്നും എന്റെ അടുത്തില്ല. പക്ഷേ എനിക്കറിയാം, എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട്. ഹീസ് വിത്ത് മീ. എന്റെ കൂടെ ഉണ്ട് അവൻ. തീർച്ചയായിട്ടും മറ്റുള്ളതായിരിക്കുന്ന ആളുകൾ ഫിസിക്കലി അല്ലെങ്കിൽ മറ്റുള്ള നിലയിൽ ശാരീരികമായിട്ട് ഭൗമികമായിട്ടൊക്കെ നിലയിൽ ദൂരത്ത്, വളരെ ദൂരത്താണ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുന്ന ആളുകളെങ്കിലും എന്നെ ഉപേക്ഷിക്കാത്ത, എന്നെ വിട്ടുപോകാത്ത, എന്നോട് കൂടെ ചേർന്നിരിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്നുള്ളത് ആ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് എന്നെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഹിസ് ഒംനിപൊട്ടൻസ്, അവന്റെ സർവ ശക്തി. നോക്കുക, അനേകർക്ക് സഹായിക്കാനായിട്ട് കഴിയാത്ത അവസ്ഥയുണ്ട്, ബലഹീനമായിരിക്കുന്ന അവസ്ഥയുണ്ട്, വളരെ പരിമിതികളുണ്ട്. എന്നാൽ there is only one person who doesn't have any limitations, who has the absolute power to help me. ഞാൻ ഏത് സാഹചര്യത്തിലാണെങ്കിലും എന്നെ സമ്പൂർണമായിട്ട് സഹായിക്കാൻ കഴിവുള്ളതായിരിക്കുന്ന ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. അവന്റെ ഇമ്മ്യൂട്ടബിലിറ്റി, അവന് മാറ്റമില്ലായ്മ എന്ന് പറയുന്നത്, അവൻ മാറുന്ന ഒരു ദൈവമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും അവനെ സ്നേഹിക്കാൻ കഴിയില്ല. നമുക്കറിയാമല്ലോ, ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന മനുഷ്യരെല്ലാവരും മാറുന്നവരാണ്. അവരുടെ സ്വഭാവങ്ങളൊക്കെ മാറുന്നത്, ഇന്ന് എന്ന് പറയും, നാളെ വേറെന്ന് പറയും, അവരുടെ സ്വഭാവങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗോഡ് ഈസ് ആൻ അൺചേഞ്ചിങ് ഗോഡ്. ദൈവം അവൻ മാറ്റമില്ലാത്തവനായിരിക്കുന്ന ഒരു ദൈവമാണ്. അവന്റെ സ്നേഹത്തിന് മാറ്റമില്ല, അവന്റെ കരുണയ്ക്കും അവന്റെ ദയയ്ക്കും അവന്റെ വിശ്വസ്തതയ്ക്കും ഒന്നും ഒരു മാറ്റവും ഇല്ല. അവൻ ഇസ്രായേൽ മക്കളോട് പറയുന്നതായിരിക്കുന്ന ഒരു വാക്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അവനിങ്ങനെ ദൈവത്തിന്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക് ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും അതെല്ലാം നമ്മെ സഹായിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അവനെ കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ട്, ദൈവത്തെ കൂടുതലായിട്ട് അറിയുക എന്ന് പറയുന്നത് ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇസ്രായേൽ മക്കളോട് പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്, യഹോവയായിരിക്കുന്ന ഞാൻ മാറാത്തവൻ. മലാഖിയുടെ പ്രവചനത്തിൽ പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്, യഹോവയായിരിക്കുന്ന ഞാൻ മാറാത്തവൻ. അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു എന്നാണ്. യാക്കോബിന്റെ പുത്രന്മാര് മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവം പറയുകയാണ് ഞാൻ മാറാത്തവനായതുകൊണ്ടാണെന്നാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കും ദൈവത്തിന്റെ വാക്തത്വങ്ങൾക്കും ദൈവത്തിന്റെ സ്നേഹത്തിനുമൊക്കെ മാറ്റമുണ്ടായാൽ നമ്മളൊന്നും പിന്നെ ഈ സ്ഥാനത്ത് നിൽക്കില്ല. ദൈവത്തിന്റെ വിശ്വസ്തതയാണ് നമ്മെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ മാറ്റമില്ലായ്മ വാസ്തവത്തിൽ നമ്മെ ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നടക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം ഈ ദൈവം ആരാണ് എന്നുള്ളത് നാം അറിയണം എന്നുള്ളതാണ്. ഈ ദൈവത്തിന്റെ സ്വഭാവം നാം അറിയണം, അവന്റെ വിശിഷ്ടമായിരിക്കുന്ന സവിശേഷതകളെ നാം അറിയണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ, ആ ദൈവത്തെ പൂർണ്ണമായിട്ടുള്ള നിലയിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ്, പൂർണ്ണമായിട്ടെന്ന് ഞാൻ പറയുമ്പോൾ അങ്ങനല്ല, വേദപുസ്തകത്തിൽ നമുക്ക് തന്നിട്ടുള്ളതായിരിക്കുന്ന വെളിപ്പാടുകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ നാം ആ നിലയിൽ അതിനെ മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്. ദൈവത്തെ അറിയാതെ, അഥവാ ക്രിസ്തുവിനെ അറിയാതെ, ക്രിസ്തുവിലൂടെ ദൈവത്തെ അറിയാതെ നമുക്കൊരിക്കലും ദൈവത്തെ സ്നേഹിക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഈ ഒരു ബാലപാഠം എന്നുള്ള നിലയിൽ ഒരു വാക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനും പഠിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത നാളുകളിൽ ദൈവം ആരാണെന്നും ദൈവത്തിന്റെ സ്വഭാവങ്ങളെയും ഒക്കെ ഓരോന്നോരോന്നായിട്ട് പഠിക്കുമ്പോൾ അത് ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ട് നമ്മെ സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരിക്കുന്ന ആ ഒരു പോയിന്റിനെ ഒന്ന് വിശദീകരിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് ശ്രമിച്ചത്. ടു ലവ് ഗോഡ് മീൻസ് ലവിങ് ഗോഡ് മീൻസ് ടു നോ ഹിം. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവനെ അറിയുക എന്നുള്ള വിഷയമാണ് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് ഇടവന്നത്. ആ നിലയിൽ
ദൈവത്തിന്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്കും മനസ്സിലാക്കി ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി കൂടുതൽ ഉത്സാഹത്തോടെ ധൈര്യത്തോടെ നിൽക്കാനായിട്ട് ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അവരെയും സഹായിക്കുമാറാകട്ടെ.